ഹായ് ഫ്രണ്ട്സ്, ബി കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ ആയിട്ട് വരുന്നത്, ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. നമ്മൾ കോയമ്പത്തൂർ ആദിയോഗി ഇഷാ ടെമ്പിൾ കേട്ടിട്ടുണ്ട് എല്ലാവരും. ഇന്ന് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു. കുറേ നാളായി ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നു. ഞങ്ങൾ പള്ളിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു എന്നാൽ പോയേക്കാമെന്ന്. ഞങ്ങളിങ്ങനെ കുതിരാൻ തുരങ്കം കഴിഞ്ഞ് ഇങ്ങനെ പോയി. നല്ല പാട വരമ്പത്തും ആ നെൽപ്പാടങ്ങൾ കണ്ടു, പാലക്കാടിൻ്റെ ഭംഗി. അതുപോലെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷായിച്ചേൻ്റെ ഫോർച്യൂണറിലാണ് അങ്ങ് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല റോഡ്. കുറച്ചട ബ്ലോക്ക് മാത്രമല്ലാതെ ബാക്കിയെല്ലാം നല്ല റോഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇഷാ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെന്നു. അവിടെയാണെങ്കിൽ അതിവിശാലമായ പാർക്കിംഗ് ഏരിയയും. എന്ത് രസമാണ്! നോക്കത്താ ദൂരത്തെ കണ്ണു നട്ടെന്ന് പറയുന്നത് പോലെ അങ്ങ് ദൂരെ നമ്മുടെ ശിവൻ്റെ പ്രതിമയൊക്കെ കാണാം. അതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളങ്ങ് പോയത്. ഇതിപ്പോൾ ഒത്തിരി ആളുകൾ അത് കാണാനും അവിടുത്തെ ദർശിക്കാനും പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ അവിടെ യോഗ ചെയ്യുവാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ഞങ്ങളും അവിടെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഉണ്ട് പണ്ട് കാലങ്ങളുണ്ട്, അതായത് കാള വണ്ടി, അതിലാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഈ പ്രതിമയുടെ, ശിവൻ്റെ പ്രതിമയുടെ ബാക്ക് വശം കുറേ സ്ഥലങ്ങളുണ്ട്, അത് കുറേ കാണാനുണ്ട്. അങ്ങോട്ട് ഫോണൊന്നും അലൗഡ് അല്ല, അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊന്ന് പോയി കാണേണ്ടതാട്ടോ. കാരണം പറഞ്ഞാൽ അതേപോലെ ആദിയോഗി എന്ന് പറയുന്നതായ ഒരു തപസ്സശ്രേഷ്ഠനാണ്, സന്യാസി. അദ്ദേഹമാണ് ഇതെല്ലാം നിർമ്മിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയായാലും 7:15 അവിടെ ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഞങ്ങൾ അതിക്ക് മുമ്പായിട്ട് പുറകിലുള്ളതായി തീർത്ത ഒരു കുളമുണ്ട്, അവിടെ പോയേക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ കാളവണ്ടിയിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് 10 രൂപയാണ് ടിക്കറ്റുള്ളൂ. അതിൽ കയറാൻ വേണ്ടി ഞങ്ങളുടെ ഊഴം വരാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വേറെ വണ്ടികളൊക്കെ ഇങ്ങനെ ഒരു കാള വലിച്ചു കൊണ്ട് പോകുന്ന വണ്ടിയും 2 കാള വലിച്ചു കൊണ്ട് പോകുന്ന വണ്ടിയൊക്കെ കണ്ടു. അത് കണ്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഊഴം വന്നപ്പോൾ ഞങ്ങളും കാളവണ്ടിയിൽ കയറി ഞങ്ങളുടെയും യാത്ര ഇങ്ങനെ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാട്ടോ അതിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങളൊക്കെ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ വണ്ടി 2 കാളേനെ കിട്ടിയാണ് വലിച്ചത്. കാരണം എല്ലാവരും ക്ഷീണിച്ചതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. എൽദോസ് മടത്തുംപാറ, ഷാജി, എൽദോസ് KK, ജോബി രാമനാട്ട്, എൽദോ വർഗീസ്, പിന്നെ ഞാനും. ഞങ്ങൾ അവിടെ ചെന്നു, തീർത്ത കുളത്തിലൊക്കെ ചെന്നു തീർത്ത് അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സമയമായി 7:15. നമ്മുടെ ആ ലൈറ്റിൻ്റെ ഷോ തുടങ്ങാറായി. എത്ര ആളുകളാണെന്നറിയോ ആ ഷോ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുന്നത്. ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ, നമുക്കൊന്ന് പോയി കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം മൊബൈൽ, ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി പിടിച്ചിരുന്ന മൊബൈലിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ലൈറ്റുകളും അടച്ച് ആ പ്രതിമയിൽ, ശിവൻ്റെ പ്രതിമയിൽ മാത്രമാണ് ലൈറ്റ് ഉള്ളൂ. ഉണ്ടോ? അതിലാണ് ആ LED ലൈറ്റുകൾ. എന്താണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അറിയില്ല, പക്ഷെ എന്തായാലും ഭയങ്കര ഭംഗി. അതുപോലെ തന്നെ അതിൽ ഓരോ യോഗ ചെയ്യുന്നതിൻ്റെതായ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ ആ പാമ്പ് നിൽക്കുന്നത്, പാമ്പ് പത്തി പിടുത്തി നിൽക്കുന്നത്, എന്തൊരു ഭംഗിയാണോ അത്! എന്തൊക്കെയായാലും കൊള്ളാം. ആരുടെ മനസ്സിലുദിച്ച ഒരു കാര്യമാണെങ്കിലും, നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും കേരളത്തിൻ്റെ തൊട്ടടുത്താണല്ലോ കോയമ്പത്തൂർ. അപ്പോൾ കാണുവാനുള്ള അവസരമൊക്കെ നമ്മൾ വിനിയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എബ്രോൺ ട്രാവൽസിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. 9846189890. ഞാൻ നമ്പർ ഇട്ടേക്കാം. ഇത് കണ്ടോ, ആ ശിവൻ്റെ പ്രതിമയിൽ ശിവനും പാർവതിയും ഒരു 2 സൈഡായിട്ട് നിൽക്കുന്നതുണ്ടോ? എന്തൊരു ഭംഗിയാണെന്നറിയാം. ഭയങ്കര, നമുക്ക് നേരിട്ട് കാണുമ്പോഴുള്ള കാഴ്ച എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഭംഗിയാണ്. എങ്ങനെയാണ് ലൈറ്റ് വരുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതായ ഒരു കാര്യമാണ്. ഉണ്ടോ, ഒരു നീല കളറിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണോ! ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ടലിൽ വരിക കേട്ടോ. ഞങ്ങൾ തിരിച്ചു വന്ന് ഷെഫ് പിള്ളയുടെ ഹോട്ടലിൽ വന്നു. അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു. ഷെഫ് പിള്ളയുടെ ഹോട്ടലായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.